സ്നാപകന്റെ പരിച്ഛേദനം. വീടു മുഴുവൻ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്നു. പരിച്ഛേദനകർമ്മത്തിന്റെ ദിവസമാണ്. മേരി എല്ലാം നല്ല ക്രമത്തിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്നു. എലിസബത്തിന്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു. പരിച്ഛേദനത്തിനുള്ള സമയമായി. അവനെ ഞങ്ങൾ സക്കറിയാസ് എന്ന് വിളിക്കും. നിന്റെ പേര് തന്നെ കുട്ടിക്കു കൊടുക്കുന്നതാണ് ഉചിതം. പുരുഷന്മാർ പറയുന്നു. ഒരിക്കലും പാടില്ല, അവന്റെ പേര് ജോൺ എന്നായിരിക്കണം. അവന്റെ പേര് ദൈവത്തിന്റെ ശക്തിക്കു സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം, എലിസബത്ത് പറയുന്നു. സക്കറിയാസ് എന്തു പറയുന്നു? നിന്റെ പേര് തന്നെ കുട്ടിക്കു കൊടുക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? സക്കറിയാസ് നിഷേധാർത്ഥത്തിൽ തലകുലുക്കുന്നു. എഴുത്തുപലക വരുത്തി എഴുതി, അവന്റെ പേര് ജോൺ എന്നായിരിക്കണം. ഇത് എഴുതിക്കഴിഞ്ഞ നിമിഷത്തിൽ സക്കറിയാസ് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ദൈവം ഒരു വലിയ അനുഗ്രഹം അവന്റെ പിതാവായ എനിക്കും അവന്റെ അമ്മയ്ക്കും അവനും നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ പുതിയ ദാസനായ ഇവൻ അവന്റെ ജീവിതം മുഴുവൻ ദൈവമഹത്വത്തിനായി ചെലവഴിക്കും. ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും അവൻ വലിയവനെന്നു വിളിക്കപ്പെടും. കാരണം അത്യുന്നതനായ കർത്താവിന് അനുതപിച്ച ഹൃദയങ്ങളെ അവൻ നൽകും. ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. തുടർന്ന് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവചനഗീതം ആലപിക്കുന്നു. 1 കുറയ്ക്കുക 68 കുറയ്ക്കുക 70. അവിടെ സന്നിഹിതരായവർക്കെല്ലാം വിസ്മയം. ശിശുവിന്റെ നാമത്തെക്കുറിച്ചും അദ്ദേഹത്തിൽ നിന്നുയർന്ന വാക്കുകളെക്കുറിച്ചും. എലിസബത്തും മേരിയും സന്തോഷം കൊണ്ടു നിറയുന്നു. ആളുകൾ സാവധാനത്തിൽ പിരിഞ്ഞുപോകുന്നു. സക്കറിയാസ് അകത്തു കയറിവന്നു കതകടയ്ക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ മേരിയെ നോക്കുന്നു. കുനിഞ്ഞ് അവളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. കർത്താവിന്റെ പാവപ്പെട്ട ദാസനെ അനുഗ്രഹിക്കണമേ എന്നു പറയുന്നു. നീ അവനെ നിന്റെ ഉദരത്തിൽ വഹിക്കുന്നതുകൊണ്ടു നിനക്ക് അനുഗ്രഹിക്കാം. ഞാൻ എന്റെ തെറ്റ് അംഗീകരിക്കുകയും എന്നോട് പറയപ്പെട്ടവയെല്ലാം വിശ്വസിക്കുകയും ചെയ്തപ്പോൾ കർത്താവിന്റെ വചനം എനിക്ക് നൽകപ്പെട്ടു. ഞാൻ നിന്നെ കാണുന്നു. നിന്റെ സന്തോഷപ്രദമായ ഭാഗധേയവും കാണുന്നു. യാക്കോബിന്റെ ദൈവത്തെ നിന്നിൽ കണ്ടുകൊണ്ടു ഞാൻ ആരാധിക്കുന്നു. നീയാണ് എന്റെ ഒന്നാമത്തെ ദൈവാലയം. അവിടെ പുരോഹിതനായി വീണ്ടും എനിക്കു നിത്യപിതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കാം. എളിമയുടെ തികവിൽ മേരി പുഞ്ചിരി തൂകിക്കൊണ്ടു പറയുന്നു. കർത്താവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ, അവിടുത്തേക്കു മാത്രം. എന്നിൽ നിന്നല്ല, അവനിൽ നിന്നാണ് കൃപാവരങ്ങൾ വരുന്നത്. പതനകർമ്മത്തിന്റെ